ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പുളകം ചാർത്തി വിശുദ്ധ റമദാൻ വീണ്ടും വിരുന്നെത്തിയിരിക്കുകയാണ്. വിശിഷ്ടാതിഥിയെ സ്വീകരിക്കാൻ സന്തോഷം തുടികൊട്ടുന്ന മനസ്സുമായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. വിനയം തുളുമ്പുന്ന പ്രാർത്ഥനകളാലും വിശ്വാസം വഴിയുന്ന ദൈവകീർത്തനങ്ങളാലും വിശുദ്ധമായ ആരാധനകളാലും വരുന്ന ഒരു മാസക്കാലത്തെ രാപകലുകളെ ഭക്തിസാന്ദ്രമാക്കാൻ വെമ്പുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ മനസ്സകങ്ങൾ. നന്മകൾ പെയ്തിറങ്ങുന്ന പകലുകളും പുണ്യങ്ങൾ പൂത്തിറങ്ങുന്ന രാവുകളും കൊണ്ട് ധന്യമാവുന്ന ഒരു മാസത്തിലൂടെയാണ് കോടാനുകോടി വരുന്ന വിശ്വാസി സമൂഹം ഇനി കടന്നു പോകുന്നത്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളിൽ മനസ്സുറപ്പിച്ച് ആത്മസായുജ്യമണയുന്ന ദിനരാത്രങ്ങൾ, പാപമോചനം അർത്ഥിച്ച് കണ്ണീരൊഴുക്കുന്ന നാഴികകൾ, സൽക്കർമ്മങ്ങളിൽ മത്സരിച്ച് സ്വർഗത്താഴ്വര സ്വപ്നം കാണുന്ന വിനാഴികകൾ, പകലന്തിയോളം നോമ്പ് നോറ്റും രാത്രികളുടെ അന്ത്യയാമങ്ങളിൽ പോലും ആരാധനകളിലാണ്ടും ആത്മശാന്തി തേടുന്ന മണിക്കൂറുകൾ, ഖുർആൻ പാരായണത്തിൻ്റെ അനുപമ നിർവൃതിയിൽ അലിഞ്ഞു ചേരുന്ന ആനന്ദ സുരഭില നിമിഷങ്ങൾ, പ്രതീക്ഷയോടെയും പ്രതിഫലേച്ഛയോടെയും പുണ്യകർമ്മങ്ങളുടെ സാഫല്യ ചിന്തയിൽ അഭയം കണ്ടെത്തുന്ന അനർഘ മുഹൂർത്തങ്ങൾ, വിശപ്പും ദാഹവും ഭോഗമോഹങ്ങളുമെല്ലാം നാഥനു വേണ്ടി ത്യജിക്കുന്ന പകലുകൾ, ഉറക്കവും വിശ്രമവും വിനോദവുമെല്ലാം വിശ്വപരിപാലകനായ ജഗന്നിയന്താവിനു വേണ്ടി ഉപേക്ഷിക്കുന്ന രാവുകൾ, കയ്യേച്ചു ദാനം ചെയ്തും അഗതികൾക്ക് തുണയേകിയും അടിച്ചു വീശുന്ന മന്ദമാരുതനെ പോലെ വിശ്വാസികൾ അത്യുദാരരാകുന്ന നാളുകൾ, നല്ലതല്ലാത്തതൊന്നും നാവിൽ നിന്ന് വീഴരുതെന്ന ശാഠ്യത്തോടെ നാവും കണ്ണും മനസ്സും നിയന്ത്രിച്ച് സാത്വിക വിശുദ്ധിക്ക് കീഴ്പ്പെടുന്ന സത്യവിശ്വാസികൾ, നോമ്പ് തുറപ്പിച്ചും അശരണർക്ക് അന്നമേകിയും സമ്പത്തിൽ അർഹരുടെ അവകാശം വകവെച്ചു നൽകിയും സുഹൃതം തേടുന്ന സുമനസ്സുകൾ. അതെ, പുണ്യങ്ങളുടെ വസന്തകാലമാണ് വിശുദ്ധ റമദാൻ. നോമ്പ് എനിക്കുള്ളതാണ്, നാമാണതിന് പ്രതിഫലം നൽകുകയെന്ന അള്ളാഹുവിൻ്റെ അരുളപ്പാടിനെ കുറിച്ച് പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ശുഭവാർത്തയിൽ സന്തുഷ്ടവും സംതൃപ്തവുമാണ് വിശ്വാസികളുടെ ഹൃദയങ്ങൾ. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ഏറ്റെടുത്തുകൊണ്ടാണ് റമദാനിൽ വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്നത്. ജനങ്ങൾക്ക് മാർഗദർശനമായും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളുമായും ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. ആരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരാണെങ്കിൽ അവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഇതാണ് പടച്ച തമ്പുരാൻ്റെ കൽപ്പനയുടെ സാരാംശം. റമദാനിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഉദ്ദേശ്യവും അള്ളാഹു ആ സൂക്തത്തിൽ തന്നെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ പ്രകീർത്തിക്കാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാനും വേണ്ടിയാണ് ഈ കൽപ്പന. സൂറ അൽ ബഖറയിലെ ഇതിനു മുമ്പുള്ള 183 സൂക്തത്തിലും നോമ്പിൻ്റെ ഉദ്ദേശ്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവരോട് കൽപ്പിച്ചിരുന്നത് പോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജീവിത സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയത്രേ അത്. അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകൾ ശിരസാവഹിച്ച് അവനോട് അനുസരണം പ്രഖ്യാപിക്കുകയും അവന് നന്ദി പ്രകടിപ്പിക്കുകയുമാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ ചെയ്യുന്നത്.
അള്ളാഹുവിൻ്റെ അതിരറ്റ അനുഗ്രഹങ്ങൾക്ക് മനുഷ്യരാകമാനം അവനോട് കടപ്പെട്ടിരിക്കുന്നു. വിശ്വാസികൾ പ്രത്യേകിച്ചും ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത. അത് റമദാനിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതുമല്ല. മനുഷ്യന് മാർഗദർശനമായ വിശുദ്ധ ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമാണ് റമദാൻ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ എന്ന വിശിഷ്ടരാവിൻ്റെ സാന്നിധ്യം കൊണ്ട് സഫല സമ്പൂർണമാണ് റമദാൻ. ആരാധനകൾക്കും സൽക്കർമ്മങ്ങൾക്കും അനേകമടങ്ങ് പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധ മാസമാണ് റമദാൻ. പശ്ചാത്തപിക്കുന്നവർക്ക് പാപമോചനവും നരകവിമുക്തിയും സ്വർഗലബ്ധിയും വാഗ്ദാനം ചെയ്യപ്പെട്ട മാസമാണ് റമദാൻ. റഹ്മാനും റഹീമുമായ അള്ളാഹുവിനോടുള്ള ആത്മബന്ധത്തിന് ഇഴയടുപ്പം കൂട്ടാൻ ആ പരിശുദ്ധ റമദാനിൻ്റെ രാപകലുകളിൽ പ്രത്യേകമായും അധികമായും നമ്മൾ നന്ദിയുള്ളവരാകണം. അനുഗ്രഹങ്ങൾ പേമാരി പോലെ വർഷിക്കുന്ന മാസമാണ് റമദാൻ. കാരുണ്യവാനായ റബ്ബിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിലൂടെ നമ്മുടെ ഉടമസ്ഥനായ അള്ളാഹു അടിമകളായ നമ്മളോട് സംസാരിക്കുകയാണ്. ആ അതിമഹത്തായ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകാശനമാണ് നോമ്പ്. വിശ്വാസികളുടെ പരലോക വിജയത്തിനുള്ള അള്ളാഹുവിൻ്റെ വാർഷിക ബജറ്റാണ് റമദാൻ. ധാരാളം ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ആകർഷകമായ വാഗ്ദാനങ്ങൾ, അതിവിശിഷ്ടമായ സമ്മാനങ്ങൾ ഇവയെല്ലാം ഈ വാർഷിക ബജറ്റിലുണ്ട്. നാഥൻ നമുക്കായി കരുതി വച്ചിരിക്കുന്ന സുമോഹന സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ മത്സര ബുദ്ധിയോടെ നമുക്ക് മുന്നേറാം. അഹ്ലൻ വസഹ്ലൻ യാ ഷഹ്റ റമളാൻ. വിശുദ്ധ റമളാൻ മാസത്തിന് സ്വാഗതം, സുസ്വാഗതം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.